നമസ്കാരം. 2 ദിവസം കൊണ്ടാണ് ഒരു സംഘടന കേരളത്തിൽ ഹിറ്റായത്. 10 പൈസ ചെലവില്ല. അതായത് ഇന്ന് കേരളം ഈ സംഘടനയുടെ പേര് തുടർച്ചയായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൊച്ചു കുട്ടികൾ പോലും MEC7 എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കോഴിക്കോട് പാർട്ടിയുടെ CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ അദ്ദേഹത്തോട് ഈ സംഘടനയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇതിന്റെ തലപ്പത്തുള്ള ആളുകൾ കടപ്പെട്ടിരിക്കുന്നു. അവരോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ചില മുസ്ലിം പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കന്മാർ, അവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാതെ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, ചില പരാമർശങ്ങൾ നടത്തി. ആവശ്യത്തിന് റീച്ച് അവരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സംഘപരിവാരങ്ങൾ ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് എന്ന രീതിയിൽ അവരും വ്യാപകമായി പല വിധത്തിലുള്ള വാർത്തകളും അടിച്ചിറക്കി. എങ്ങനെ നോക്കിയാലും സംഘടന ഹിറ്റായി. അതായത് എല്ലാവരും ആഞ്ഞു പിടിച്ചു. ഈ സംഘടനയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശയം മനസ്സിലുദിച്ച ആളുകൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ഇഷ്ടമുള്ളവർ വരട്ടെ, എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും വരട്ടെ, എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും വരട്ടെ, അവരെയൊക്കെ ഒരുമിച്ച് നിർത്തി ജീവിത ശൈലി രോഗങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ കഴിയട്ടെ എന്ന രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അവർ തുടങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അവരുടെ പ്രതികരണങ്ങളും അങ്ങനെ തന്നെയാണ്. മറിച്ച് ഒരു ഉദ്ദേശം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കാണുന്നില്ല. എന്നാൽ സംഘപരിവാരങ്ങൾ പറയുന്നത് NDF-ന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. രഹസ്യമായി മീറ്റിങ്ങുകൾ കൂടുന്നു, അതുപോലെ തന്നെ കായിക പരിശീലനങ്ങൾ പലർക്കും കൊടുക്കുന്നു, വ്യായാമങ്ങൾ നടത്തുന്നു, രാത്രി സമയങ്ങളിൽ ആളുകളെ വിളിച്ചു കൂട്ടുന്നു, പ്രഭാതങ്ങളിൽ പല മീറ്റിങ്ങുകളും നടത്തുന്നു. ഇത്തരത്തിലാണ് ഇവിടെ NDF-ന്റെ തുടക്കം. ആ NDF പിന്നീട് SDPI ആയി, അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടായി. പോപ്പുലർ ഫ്രണ്ട് നിലവിൽ നിരോധിച്ചു. ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇവിടെ ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവിടെ സംഘപരിവാരങ്ങൾ ഇപ്പോഴും അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ, അദ്ദേഹം ഇവിടെ സംഘപരിവാരങ്ങൾ പറയുന്ന അതേ ഒരു ഭാഷയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. കണ്ണൂർ ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ചില ആളുകൾ ഇവിടെ ഈ MEC7 എന്ന് പറയുന്ന ഈ ഒരു വ്യായാമ കൂട്ടായ്മയുമായി അവർ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായി ഇത്തരത്തിലുള്ള ചില ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണ് വ്യായാമത്തിന് ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ഇപ്പോൾ ആ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല, നിലപാട് മാറ്റി മലക്കം മറിഞ്ഞു. CPM എന്തിനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് എന്നാണ് മോഹനൻ മാസ്റ്റർ ഇപ്പോൾ പറയുന്നത്. അതായത് നേരത്തെ മോഹനൻ മാസ്റ്റർ തന്നെ പറഞ്ഞു, ഇപ്പോൾ മോഹനൻ മാസ്റ്റർ തന്നെ ചോദിക്കുന്നു, എന്തിനാണ് പാർട്ടി ഇതിൽ ഇടപെടുന്നത്, പാർട്ടിക്ക് ഇതിൽ എന്താണ് കാര്യം, നുഴഞ്ഞു കയറുന്നത് ശ്രദ്ധിക്കണം എന്നതേ ഞാൻ പറഞ്ഞുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില മത നേതാക്കന്മാർ, ഞാൻ സംഘടനകളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല, അവരിത് മറ്റുള്ള ചില സംഘടനകളുടെ മതവിഭാഗത്തിൽപ്പെട്ട മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട പല സംഘടനകളുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, മുജാഹിദുണ്ട്, സുന്നിയുണ്ട്. അതായത് ഒരു വിഭാഗം പറയുന്നു മറ്റ് സംഘടനയിൽപ്പെട്ട ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവർ ഇത്തരത്തിലുള്ള പ്രഭാത കൂട്ടായ്മകളും വ്യായാമ കൂട്ടായ്മകളും ഒക്കെ സംഘടിപ്പിച്ച് അവിടേക്ക് ആളുകളെ കൊണ്ടുവന്ന് തെറ്റിദ്ധാരണയുണ്ടാക്കി അവരുടെ പക്ഷത്തേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതാണ് മത നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം. എന്തായാലും എല്ലാവരും ചേർന്ന് ആരും അറിയാതെ കിടന്നിരുന്ന ഒരു സംവിധാനത്തെ 2 ദിവസം കൊണ്ട് ഹിറ്റാക്കി കൊടുത്തു. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അവരുടെ പ്രതികരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവർക്ക് എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളത് എന്നാണ് അവർ പറയുന്നത്. അതായത് ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഇത്ര വലിയ ഒരു ചർച്ചയാകും, അല്ലെങ്കിൽ ഇത്ര വ്യാപകമായി കേരളത്തിൽ ഞങ്ങളെ അന്വേഷിച്ച ആളുകൾ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ച് എത്ര കാലം പ്രവർത്തിച്ചാലാണ് ഇതുപോലെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ, സംഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ സജീവമായി നിലനിൽക്കണമെങ്കിൽ എത്ര കാലം, എത്ര ശക്തമായ സമര പരിപാടികളൊക്കെ നടത്തണം. ഇതിവിടെ ആർക്കും ദോഷമില്ലാത്ത, കുറച്ച് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ MEC7 എന്ന് പറയുന്ന ഈ കൂട്ടായ്മയുടെ ആളുകൾ ഇത്തരത്തിലൊരു പരിപാടിയുമായി രംഗത്ത് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് കൃത്യമായി എന്താണ് ഈ സംഭവം എന്നതിനെ കുറിച്ച് രൂപമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആളുകൾ അങ്ങോട്ട് വിളിച്ചന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതായത് എന്താണ് MEC7, ഇതിന്റെ ഒരു യൂണിറ്റ് ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങാൻ എന്താണ് ചെയ്യേണ്ടത്, അതായത് വ്യായാമത്തിന് എന്തിനാണ് കൂട്ടായ്മ എന്ന് മോഹനൻ മാസ്റ്റർ ചോദിച്ചു. അതായത് ഇവിടെ പറയുന്നത് ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളിലും
അതുപോലെ തന്നെ പരിപാടികളിലുമൊക്കെ പങ്കെടുക്കാൻ കുറച്ചുകൂടെ ഒരു ഉത്സാഹമുണ്ടാകും. ഒന്ന് മുണ്ടിയും പറഞ്ഞും കൂടിയിരുന്നും തമാശ പറഞ്ഞുമൊക്കെ വ്യായാമം ചെയ്യുക, വ്യായാമം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുകയാണ് എന്നൊരു തോന്നലില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കുവെച്ച് തമാശ പറഞ്ഞ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും അത് സമയം പോകുന്നത് അറിയില്ല, ഒരു മടുപ്പുണ്ടാകില്ല. ആളുകൾ പ്രഭാതങ്ങളിൽ ഒത്തുകൂടാൻ, പ്രായമായവരും അതുപോലെ തന്നെ യുവാക്കളും കുട്ടികളുമൊക്കെ പ്രഭാതങ്ങളിൽ ഒത്തുകൂടാൻ അവർക്ക് വലിയ താല്പര്യമുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് സൗഹൃദം പങ്കുവെക്കാമല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, രാവിലെ 8 മണി കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ നമ്മളെല്ലാവരും വലിയ തിരക്കിലാണ്. രാവിലെ 8 മണിക്ക് ജോലിയും അതുപോലെ തന്നെ ബിസിനസ്സും ഒക്കെയായി നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങും. നമ്മുടേതായിട്ടുള്ള ജോലികളും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള യാത്രകളും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നത് രാത്രി 10 മണിക്കാണ്. രാത്രി 10 മണിക്ക് വന്ന് ഭക്ഷണം കഴിഞ്ഞ് അപ്പോഴേക്കും കിടക്കേണ്ട സമയമായി. എല്ലാവരും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിരക്കിട്ട ആ ജീവിതത്തിനിടയിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൗഹൃദം പങ്കുവെക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും വിശേഷങ്ങൾ പറയാനും ഒന്നും നമുക്ക് സമയമില്ല. എന്നാൽ ഇത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് മെക്സവൻ എന്ന് പറയുന്ന ഈ ഒരു ആശയവുമായി ഇതിന്റെ സംഘാടകർ ഇറങ്ങിച്ചെന്നത്. ആളുകൾ അത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നു. എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിലേക്ക് ഒഴുകിയെത്തുന്നു. പ്രായം അവിടെ ഒരു പ്രശ്നമല്ല. ഈ വരുന്ന ആളുകൾ പരസ്പരം സൗഹൃദം പങ്കുവെക്കാൻ അവർക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നു. എന്തായാലും സംഘാടകർ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സംവിധാനത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ പലരും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായും ഈ സംഘാടകർ ഊറിച്ചിരിക്കുകയാണ്. ഏറ്റവും കഷ്ടം സംഘപരിവാരങ്ങളുടെ ഒരു കാര്യമാണ്. മോഹനൻ മാസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം നിലപാട് മാറ്റി മലക്കം മറിഞ്ഞു. സംഘപരിവാരങ്ങൾ ഇപ്പോഴും അതിന്റെ പുറകിലാണ്. സംഘപരിവാരങ്ങൾ എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും അവസാനം പരാജയമാണ് പലപ്പോഴും അവർക്ക് കിട്ടാറുള്ളത്. ഇവിടെയും അവർ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ മെക്സവൻ എന്ന് പറയുന്ന ഈ സംവിധാനം വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിനൊക്കെ ഒരു കാരണം, ഇങ്ങനെ പലർക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് പോപ്പുലർ ഫ്രണ്ട് അതിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്, അതിന്റെ പുനർജന്മമാണ് എന്നൊക്കെ പറയാൻ പലർക്കും അത്തരത്തിലുള്ള ഒരു ധൈര്യം വന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ പലരും തയ്യാറായത് ഇതിന്റെ തലപ്പത്ത് ഒരു മുസ്ലിം പേരുകാരൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഏവരും മറക്കാതെ മനസ്സിൽ വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു മുസ്ലിം പേരുകാരൻ എന്തെങ്കിലും ഒരു സംവിധാനത്തിന്റെ തലപ്പത്തുണ്ടെങ്കിൽ അത് ബിസിനസ് ആകട്ടെ, അല്ലെങ്കിൽ ഒരു സംഘടനയാകട്ടെ, സാംസ്കാരിക ഒരു സംഘടനയാകട്ടെ, രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, എന്ത് സംവിധാനമാണെങ്കിലും ഒരു മുസ്ലിം പേരുകാരൻ തലപ്പത്തുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഏവരും ഒരേ രീതിയിൽ ചിന്തിക്കുമെന്ന കാര്യം മനസ്സിലാക്കണം. ഇവിടെ അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ അതിന്റെ റിസൾട്ട് നേരെ തിരിച്ചായിരുന്നു. ഈ ഒരു സംവിധാനത്തിന് കൂടുതൽ വളർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും സംഘാടകർ ഊറിച്ചിരിക്കുന്നു. ഇവിടെ ശശിയായവർ വീണ്ടും വീണ്ടും ശശിയായിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഈ ഒരു മെക്സവൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.